ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്ന് നാം വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എന്തിനായി ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്നുള്ളതും ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ നിർണയം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക, നാമും മരിച്ചു എന്നും ഇനി നാം ജീവിക്കുന്നത് നമുക്കായിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നുമുള്ള അറിവ് നമുക്കുണ്ടായിട്ട് നാം നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാനാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുവാനിടയാകുന്നത്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കിയാൽ നാം എല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ആന്നു എന്ന് പറവാൻ കഴിയാത്ത വണ്ണം നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുകയാണ്. എന്നാൽ കർത്താവ് തനിക്ക് വേണ്ടി ജീവിച്ചില്ല, പകരം താൻ നമുക്ക് വേണ്ടി മരിപ്പാനിടയായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എങ്കിൽ ദൈവമക്കളെ നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, പിന്നെയോ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മെ കർത്താവ് വീണ്ടെടുത്ത അനുഭവത്തെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ എന്നാണ്. യേശു തന്റെ മരണം മൂലമായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തത്തിലെയും ജീവൻ തന്നത് യേശുവിന്റെ ആ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാനാണ്, അഥവാ വിലയ്ക്ക് വാങ്ങുവാനാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, വ്യക്തവും പാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അഥവാ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. യേശു തന്റെ മരണം വഴിയായി ജീവൻ കാൽവരി ക്രൂശിൽ ഊറ്റി തന്റെ അവസാന തുള്ളി രക്തത്തിലേക്ക് നമുക്ക് ഊറ്റി തന്ന് തന്റെ ആ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നാം ഇനി നമുക്കുള്ളവരല്ല എന്ന് നന്നായി ഉണരുവാനിടയാകട്ടെ. നാം നമ്മുടെ കർത്താവിനുള്ളവരാണ്. കർത്താവിനുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. ദൈവസഭയുടെ ചിന്തയും ദൈവസഭയുടെ ഏറ്റുപറച്ചിലൊക്കെയും ഞാൻ ഇനി എനിക്കുള്ളവനല്ല, എന്റെ കർത്താവിനുള്ളവനായിരിക്കണമെന്ന ഏറ്റുപറച്ചിലോടെ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. നാം ഉത്തമഗീതം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ശൂന്യകാരത്തി സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയനോ എനിക്കുള്ളവൻ എന്ന് പറയുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിയായി തീരുവാൻ ആഗ്രഹിച്ചൊരുങ്ങി ജീവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കൊരു ഏറ്റുപറച്ചിലുണ്ടാകണം: ഞാൻ എന്റെ കർത്താവിനുള്ളവനാണ്, ഞാൻ എന്റെ കർത്താവിനുള്ളവളാണ്, ഞാൻ എനിക്കുള്ളവനല്ല എന്നൊരു ചിന്തയും ഏറ്റുപറച്ചിലും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അങ്ങനെ നാം കർത്താവിനായി ജീവിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുവാനിടയാകുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നമുക്കറിയാം,
നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ, ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുന്നെങ്കിൽ, അവർ പ്രാപ്തരാകുമ്പോൾ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുന്നെങ്കിൽ, അതിന്റെ പിന്നിൽ അവരെ നിർബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം എന്നൊരനുഭവമാണ്. സ്നേഹമില്ലാത്ത ഒരു ഭർത്താവിന് ഒരിക്കലും ഭാര്യ അനുസരിക്കത്തില്ല, അഥവാ സന്തോഷത്തോടെ തന്നെ സ്നേഹിക്കത്തില്ല, തനിക്കുള്ളവളായി ജീവിക്കാൻ ഇടയാകത്തില്ല. ഇതുപോലെ തന്നെയാണ് സ്നേഹനിധിയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ സ്നേഹം തേടി പോകുന്ന അനുഭവം ലോകത്തിൽ നാം കാണുന്നുണ്ട്. അവൾക്ക് വേണ്ടി ജീവിക്കാനല്ല, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ സ്നേഹം തേടി പോകുന്ന അനുഭവം നാം ലോകത്തിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്നേഹമാണ് നാം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചിട്ട് തന്റെ സ്നേഹം നമ്മിൽ പകർന്നിട്ട് ആ ദൈവ സ്നേഹം, ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുവാനിടയാകണം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗോന്നതികളെ വിട്ട് ലോകത്തിലേക്ക് താണിറങ്ങി വരുവാനിടയായത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താൻ മനുഷ്യവേഷത്തിലായി ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിപ്പാനിടയായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് എന്ന്. ആ സ്നേഹ നിമിത്തമാണ് ദൈവം തന്റെ പുത്രനെ നമുക്കായി അയച്ചു തരുവാനിടയായത്. യേശു നമ്മെ അധികമായി സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിപ്പാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം ആ ദൈവ സ്നേഹത്തെ, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഉണർന്നുകൊണ്ട് ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകത്തില്ല, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകും. അങ്ങനെ ഒരു ജീവിതം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചെങ്കിലേ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അത് നമുക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സ്നേഹം നമ്മെ നിർബന്ധിക്കേണ്ടതിന് ആ സ്നേഹം നമ്മിൽ വരുവാനിടയാകണം. പല ദൈവമക്കളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെന്ന് പറവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഒരുപക്ഷെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, അവർ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കാം. പക്ഷെ ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തത ഇല്ല എന്നൊരനുഭവമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അഥവാ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരടയാളം നമുക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. വിവിധ സ്വഭാവക്കാർ, വിവിധ രീതിക്കാരും വിവിധ അവസ്ഥകളിൽ ഉള്ളവരുമാണ്. പക്ഷെ നാം തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് യോഹന്നാൻ അപ്പോസ്തലനെ അധികമായി സ്നേഹിപ്പാനിടയായി എന്നാണ്. കർത്താവ് അധികമായി സ്നേഹിച്ച അപ്പോസ്തലൻ എന്നാണ് യോഹന്നാൻ അപ്പോസ്തലന് കൊടുക്കപ്പെട്ട പേര്. കാരണം മറ്റൊന്നുമല്ല ദൈവമക്കളെ, നമുക്കറിയാം ആ അപ്പോസ്തലന്മാരിൽ 12 അപ്പോസ്തലന്മാരിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. തന്റെ ലേഖനങ്ങളും സുവിശേഷമൊക്കെ നാം വായിക്കുമ്പോൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് താൻ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. സുവിശേഷത്തിൽ ദൈവ സ്നേഹത്തിന്റെ പ്രാധാന്യമാണ് താൻ എടുത്തു കാണിക്കുവാൻ ഇടയാക്കുന്നത്. ആകയാൽ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന യോഹന്നാന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് തിരികെ കൊടുത്തതായ ഒരു അനുഭവം, അഥവാ കർത്താവ് തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയതായ ഒരു അനുഭവം മറ്റെല്ലാവരെക്കാളും അധികമായി യോഹന്നാൻ അപ്പോസ്തലനെ സ്നേഹിക്കാൻ ഇടയായി. അത് നിമിത്തം തനിക്കുണ്ടായ അനുഭവം എന്ന് ചോദിച്ചാൽ, അഥവാ തനിക്ക് പ്രത്യേകമായി ഉണ്ടായിരുന്ന ഒരു വിശേഷത എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ അടുക്കൽ ഇരുന്ന് യേശുവിന്റെ മാർവിൽ ചാരുവാൻ അനുവാദമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ അന്ത്യ അത്താഴ സമയത്ത് അത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ 22-ാം അധ്യായത്തിലാണോ അപ്പോസ്തലനായ പത്രോസ് അത് എടുത്തു പറയുമ്പോഴും അവിടെ നമുക്കത് കാണുവാൻ കഴിയും. യേശു അധികമായി സ്നേഹിച്ച യേശുവിന്റെ മാറിൽ ചാരിക്കൊണ്ടിരുന്നവനാണ് അപ്പോസ്തലനായ യോഹന്നാൻ എന്ന്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കർത്താവിന്റെ മാറിൽ ചാരുവാൻ കഴിയുന്നുണ്ട്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള, കർത്താവ് എന്നെ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തതയോട് അനുഭവിച്ചറിയേണ്ടതായ ഒരു അനുഭവമാണ് കർത്താവിന്റെ മാർവിൽ ചാരുവാൻ നമുക്കിടയാകണം എന്നുള്ളത്.
നാം സദൃശവാക്യങ്ങളിലെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എന്താണ്? തന്റെ പ്രിയന്റെ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ നിന്ന് വരുന്നോരിവൾ ആരെന്ന് ചോദിക്കുന്നുണ്ട്. ദൈവസഭ പ്രിയന്റെ മാർവിൽ ചാരിക്കൊണ്ട് വരുന്നവളാണ്. നമ്മുടെയും ജീവിതത്തിൽ ദൈവമക്കളെ നാം പ്രിയന്റെ മാർവിൽ ചാരേണ്ടവരാണ്. കർത്താവിന്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം അധികമായി എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അനുഭവിച്ച് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം എന്റെ കർത്താവിന്റെ മാർവിൽ ചാരുവാൻ എനിക്കൊരു അനുവാദം ലഭിക്കണം. നമുക്കറിയാം, മാനുഷികമായി നമ്മുടെ മാർവിൽ നാം ആരെയാണ് ചേർത്തണയ്ക്കുക? നമ്മുടെ മാർവിൽ ആരാണ് ചാരുവാൻ നാം അനുവാദം കൊടുക്കുക? നാം ഇത്രയധികമായി സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ്. മറ്റെല്ലാവരെയും നാം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാർവിൽ ചേർത്തവരെ അണയ്ക്കണമെങ്കിൽ, അവർ നമ്മുടെ മാർവിൽ ചാരുവാൻ ഇടയാകണമെങ്കിൽ അത്രമേൽ നമുക്ക് അവരോടൊരു പ്രത്യേകമായ സ്നേഹമുണ്ടാകണം. ദൈവമക്കളെ, നാட்களிൽ ആ നിലയിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നാം ഉത്സാഹിക്കുന്നവരാകട്ടെ. യഥാർത്ഥമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടത്തക്കവണ്ണം കർത്താവിന്റെ മാർവിൽ ചാരി ജീവിപ്പാൻ ജീവിതകാലം മുഴുവൻ ഈ മരുഭൂമി പ്രയാണത്തില് പ്രിയന്റെ മാർവിൽ ചാരിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ. ഉത്തമഗീതം 8-ാം അധ്യായം 5-ാം വാക്യം. മരുഭൂമിയിൽ നിന്ന് എന്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ തന്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ നിന്ന് വരികയാണ്. ദൈവമക്കളെ, ഈ ലോക ജീവിതം നമ്മുടെ മരുഭൂമി പ്രയാണമാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിൽ 40 വർഷം മരുഭൂമിയിൽ ജീവിച്ചതുപോലെ നാമും ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൻ നാட்കളൊക്കെ ജീവിച്ച് മരണമെന്ന യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശമാകുന്ന കനാനിലേക്ക്, നിത്യതയിലേക്ക് നാം കടന്നു പോകുവാൻ ഇടയാകും. ആകയാൽ ഈ ലോകമാകുന്ന മരുഭൂമി പ്രയാണത്തിൽ നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി ജീവിച്ചുകൊണ്ട് ആ ദൈവ സ്നേഹത്തെ നന്നായി രുചിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മാർവിൽ ചാരി ജീവിപ്പാൻ ദൈവമക്കളെ നമുക്കിടയാകട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി, അധികമായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയാകണം. അപ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചിട്ട് നാം ക്രിസ്തുവിനുള്ളവരായി ജീവിപ്പാൻ, നമ്മുടെ ദൈവത്തിനുള്ളവരായി ജീവിപ്പാൻ നമുക്കിടയാകുന്നത്. ആകയാൽ എല്ലാ നാളും ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മോട് കരുണയുള്ള കർത്താവാണ്, മനസ്സലിവുള്ള പിതാവാണ്. ആകയാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് സന്തോഷത്തോടെ പകർന്നു തരുവാൻ ആഗ്രഹിച്ച് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ്. എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിനാൽ നടത്തപ്പെട്ട് ആത്മീകരായി ജീവിപ്പാൻ നമുക്കിടയാകുമോ, അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥിരതയോടെ വസിച്ച് നാം ആത്മ നടത്തിപ്പോൾ ആത്മീകരായി ജീവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ പകരുവാനിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ഈ നാൾക്കളിൽ ദൈവമക്കളെ പരിശുദ്ധാത്മനിറവോടെ ജീവിച്ച് ദൈവ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് അധികമായി ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ, അഭിഷേകം പ്രാപിക്കാത്തവരും പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ ഇടം കൊടുക്കാത്തവരും ഒന്നും ദൈവ സ്നേഹം അനുഭവിപ്പാൻ യോഗ്യത ഇല്ലാത്തവരാണെന്നുള്ളതാണ് സത്യം. അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യത വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവം സ്നേഹിക്കുന്നില്ല എന്നല്ല കേട്ടോ, അധികമായി നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവം സ്നേഹം തന്നെയാണ്. സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള സകല മാനവ ജാതിയെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ദൈവം സ്നേഹിക്കുന്നത് ഞാൻ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവ സ്നേഹം എന്റെ ഹൃദയത്തിൽ പകരുവാനിടയാകണം. ഞാൻ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നതിനാല് ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ പകരപ്പെടുമെന്ന് തുടർന്നുകൊണ്ട് ആ ദൈവ സ്നേഹത്തിനായി ആഗ്രഹിച്ചാർത്തിയോട് ആത്മ നടത്തിപ്പോൾ ആത്മനിറവോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവം അവരെ
സ്നേഹിക്കുന്നു, അധികമായി സ്നേഹിക്കുന്നു എന്ന് അവർക്ക് അനുഭവിച്ചറിയുവാനിടയാകും. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലാണ് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നാം മുമ്പേ വായിച്ചു കേട്ടതുപോലെ പ്രിയന്റെ മാർവിൽ ചാരുവാനിടയാകുന്നത്. അങ്ങനെ പ്രിയന്റെ മാർവിൽ ചാരുന്നവളായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവമക്കളെ, ഈ ലോകത്തിൽ നാം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടത്തില്ല, നമ്മുടെ മനസ്സ് കലങ്ങത്തില്ല, ഹൃദയം ഭാരപ്പെടത്തില്ല. ധൈര്യത്തോട്, സന്തോഷത്തോട്, പ്രത്യാശയോടെ, ഉല്ലാസഘോഷത്തോട് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്കിടയാകും. ആകയാൽ ഈ നാളുകളിൽ ആ ഒരനുഭവത്തെ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. നാം ഈ ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിനുള്ളവരായി ജീവിക്കണമെങ്കിൽ മുമ്പേ നാം കണ്ടു എന്താണ്? നമ്മിൽ ഒരു നിർണയം ഉണ്ടാകണമെന്നാണ്. ആ കുറിവാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ നാം വായിക്കുന്നു, കർത്താവ് മരിച്ചു എന്ന് നാം നിർണയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്നൊരു നിർണയം നമുക്കുണ്ടാകുമ്പോഴാണ് നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനിടയാകുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കേണ്ടതിന്. ശ്രദ്ധിക്കണേ, യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ചിന്ത നമ്മിൽ വരുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന രണ്ട് അനുഭവങ്ങളാണ് അവിടെ ഓർപ്പിക്കുന്നത്. എന്താണ്? ഒന്ന്, നാമും മരിച്ചു, പിന്നെ നാം ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാനിടയാകുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നവർക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകും. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ അതിന്റെ കാരണഭൂതമായ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാകയാൽ നാമും മരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ആകയാൽ നാമും മരിച്ചു എന്ന് നമ്മെ അവിടെ ഓർപ്പിക്കുവാനിടയാകുന്നുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാകണമെങ്കിൽ നാം നമുക്ക് തന്നെ മരിക്കുന്നവരാകുവാനിടയാകും. നാം മരിച്ചു എങ്കില് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാനിടയാകത്തുള്ളൂ. നാം ജീവിക്കുന്നവരാണ്, ജീവനുള്ളവരാണെന്ന് പറയുന്നെങ്കിൽ നാം നമുക്ക് വേണ്ടി ആയിരിക്കും ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയത്തില്ല. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം നാം ശ്രദ്ധിച്ചാൽ പല പ്രിയപ്പെട്ടവരും ജീവനുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട്, ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ആ ജീവിക്കുന്നു എന്നുള്ള അനുഭവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്കായി ജീവിക്കുന്നവരായി തീരുകയാണ്. തങ്ങൾക്കായി ജീവിക്കുന്നു. അവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരല്ല, കാരണം അവർ ജീവനുള്ളവരാണ്. അവർക്ക് മരണം എന്നൊരു അനുഭവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ദൈവമക്കളെ, നാം ഉണരേണ്ടതായ ഒരു അനുഭവമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയാകണമെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് ഇടയാകത്തുള്ളൂ. അതുകൊണ്ടൊരുവാൻ കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. എന്താണ്? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ വ്യക്തമായി നമുക്ക് ഉണരുവാൻ ഇടയാകുന്നുണ്ടെന്നാണ്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കാനിടയാകുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ ജീവൻ മറഞ്ഞിരിക്കത്തക്കവണ്ണം നാം ഇപ്പോൾ മരിച്ചവരായി നമ്മുടെ ജീവനെ ദൈവകരങ്ങളിൽ കൊടുത്ത് ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ വെളിപ്പെടത്തക്കവണ്ണം നാം ക്രിസ്തുവിൽ മറഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാനിടയാകത്തുള്ളൂ. ആ വാക്യം സിമ്പിളായി നാം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. എന്താണ്? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആരാണ് തേജസ്സിൽ വെളിപ്പെടുക? കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവ് തന്റെ കാന്തയെ ചേർക്കുവാൻ വരുമ്പോൾ
കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെട്ടവരായി നാം മാറണമെങ്കിൽ നാം ആരായിരിക്കണം? മരിച്ചവരായിരിക്കാൻ. മരിച്ചു നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കാനിടയാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമ്മിൽ ഉണ്ടാകേണ്ടതായ അനുഭവം. മരിച്ചവരാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു വിശേഷമായ കാഴ്ചപ്പാടാണിത്. മറ്റൊരു വാക്യം നമുക്കറിയാം, നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു അനുഭവം കൊണ്ട് അത് ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാടാണ്. കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. നാം ആശ്ചര്യമായ അഥവാ ആത്മീക ജീവിതത്തിൽ നാം മരിച്ചവരായിരിക്കാൻ നമുക്കിടയാകണം. ഇതിന്റെ അനുഭവത്തെ വ്യക്തതയോടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരായി നമ്മുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കത്തക്കവണ്ണം നാം മരിച്ചവരാകുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകേണ്ടത്. അത് ഉണരുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ അനുഭവം നമുക്കറിയാം. മാനസാന്തര സ്നാനമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ വിശ്വാസമുള്ളവരായി തീർന്ന് വിശ്വസിച്ച് സ്നാനമേൽക്കുവാനിടയാകുന്നതുവ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനിടയാകുന്നു. ഈ നിലയിൽ നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ആത്മീക ജീവിതത്തിന്റെ ആരംഭമായി പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആത്മീക അനുഭവമാണെന്ന് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് മരിപ്പാനിടയാകുന്ന അനുഭവം. പാപത്തിന് നീക്കം, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതെന്നവ ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പഴയ മനുഷ്യൻ നമ്മിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് നാം എന്ത് ചെയ്യണമെന്നാണ്? ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാനിടയാകണം. അങ്ങനെ ക്രൂശിക്കപ്പെട്ട് മരിച്ചവരാണ് പാപമോചനം പ്രാപിക്കാനിടയാകുന്നത്. നാം ക്രൂശിക്കപ്പെട്ട് മരിച്ചവരാണോ? അതോ ക്രൂശിക്കപ്പെടാതെ മരിച്ചവരാണോ? ഒരു സംഭവം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു യൗവനക്കാരൻ ഒരുത്തനെ സ്നാനപ്പെടുത്തുവാനായിട്ട് സ്നാനകുളത്തിലേക്ക് കൊണ്ടുപോയി പാസ്റ്റർ സ്നാനപ്പെടുത്തുവാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ പയ്യൻ സന്തോഷത്തോടെ കൈ ഉയർത്തിക്കൊണ്ട് സന്തോഷത്തോടെ സ്നാനകുളത്തേക്ക് ഇറങ്ങി വരുവാനിടയായി. അവന്റെ ആത്മീയ തീഷ്ണത കൊണ്ടാണ് അവൻ കൈ ഉയർത്തിക്കൊണ്ട് വരുന്നത്. സന്തോഷിച്ച് പാസ്റ്റർ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവനെ പിടിച്ച് മുൻപിൽ നിർത്തിയിട്ട് കൈ കൂട്ടിപ്പിടിച്ച് അവനെ സ്നാനപ്പെടുത്തുവാൻ ഇറങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്ത കൈ താക്കുന്നില്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ കൈ താക്ക്, 2 കൈ കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് വേണമെങ്കിൽ നിന്റെ കയ്യെ പിടിച്ച് നിന്നെ സ്നാനപ്പെടുത്തുവാൻ, അതുകൊണ്ട് നീ കൈ താക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ബജ, കൈ ഇപ്പോൾ താക്കത്തില്ല, ഈ കൈ ഇപ്പോൾ ഞാൻ മുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താ മോനെ കാരണം ചോദിച്ചപ്പോൾ, അത് ഒരുത്തനോട് എനിക്ക് കണക്ക് തീർക്കാനുണ്ട്, അവന് 2 കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, കൊടുത്തെങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനം വരത്തുള്ളൂ, അതുകൊണ്ട് അത് കൊടുത്തിട്ട് ഞാൻ വന്ന് കൈ താത്തോളാം, അല്ലാതെ കൈ താക്കത്തില്ല എന്ന് പറഞ്ഞു. എത്ര പേര് ക്രൂശിക്കപ്പെടാതെ സ്നാനപ്പെട്ടവരുണ്ട്? ഈ കൈകൊണ്ട് ഞാൻ പാപം ചെയ്തെന്റെ ജീവിതത്തിൽ ഇനി ഞാൻ കൈകൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് മാനസാന്തരപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ അവയവങ്ങൾ ഓരോന്നും യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ ഇടയാകുന്നത്. വീണ്ടും ആ പാപപ്രവർത്തികൾക്ക് ഇട കൊടുക്കുന്നവരായി നാം മാറിയാൽ അതിന്റെ അർത്ഥം നാം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം അനേക പാപ സ്വഭാവങ്ങൾക്കും പാപപ്രവൃത്തികൾക്കും അടിമപ്പെടുന്നത് അന്ന് വീണ്ടും വണ്ണം ക്രൂശിക്കപ്പെടാത്തവരായതുകൊണ്ടല്ലേ. ശരിയായൊരു ക്രൂശീകരണം അന്ന് നമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ ശരിയായൊരു മാനസാന്തരം നമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ, പാട്ടുകാരൻ പാടുന്ന ഒരു പാട്ടിനടികളുണ്ട്, ഇനിയും ഞാൻ പാപത്തെ സ്നേഹിപ്പാൻ പോകുമോ, ദൈവത്തിൽ പൈതലായി ഞാൻ
ജീവിക്കുമെന്നാണ്. ശരിയായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഒരുവൻ അഥവാ തന്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന് കൈകളും കാലുകളും തന്റെ ശരീരം മുഴുവനും യേശുവിനോടുകൂടെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും വീണ്ടും പാപത്തിന് അടിമപ്പെടത്തില്ലെന്നാണ്. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ മാനസാന്തരത്തിൽ നിന്ന് ഉണരുവാൻ നമുക്ക് ഇടയാകട്ടെ. നാം ക്രൂശിക്കപ്പെട്ടവരായി മരിപ്പാനിടയാകണം. ആ 7-ാം വാക്യത്തിൽ, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മാനസാന്തരപ്പെട്ട് മരിച്ചെങ്കിൽ അഥവാ ക്രൂശിക്കപ്പെട്ട് മരിച്ചവർക്കാണ് പാപമോചനം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലൂടെ നാം 2 കാര്യങ്ങൾ ഉണരുവാനിടയാകണം. ഒന്ന്, നാം മരിക്കേണ്ടതിന് ക്രൂശിക്കപ്പെടുവാൻ നമുക്കിടയാകണം. അല്ലെ? ക്രൂശിക്കപ്പെട്ടെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ? മരണം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തു ആ പലസ്തീൻ നാട്ടിൽ ജീവിച്ച കാലഘട്ടത്തിൽ അവിടെ മരണവിധിക്കായി പല ക്രമീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്നു, പിന്നെ തീയിട്ട് ചുട്ടുകളയണമെന്ന് പറയുന്നു. ഇത് 2 നടപടികളും ആഖാന്റെ മേൽ ദൈവം കൽപ്പിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. റോമ ഗവൺമെന്റിന്റെ ക്രമീകരണ പ്രകാരം അപ്പോസ്തലന്മാർ പലരും മരിച്ചത് വാൾ കൊണ്ട് വെട്ടി കൊന്നതിനാലാണ്. യുദ്ധത്തിലും മറ്റും അവർ മനുഷ്യരെ കൊല്ലുന്നത് കുന്തം കൊണ്ട് കുത്തിയും അമ്പെയ്തുമൊക്കെയാണ്. ഏത് നിലയിലും മനുഷ്യനെ കൊല്ലുവാൻ കഴിയുന്ന ക്രമീകരണം അക്കാലത്ത് ഉണ്ടായിരുന്നു. നിയമപരമായിട്ടും ആ നിലയിലൊക്കെ മരണശിക്ഷ നടപ്പാക്കിയിരുന്ന അനുഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലും കാണുവാൻ കഴിയും. പക്ഷെ യേശുവിന്റെ കാലത്ത് യേശുവിനെ വിധിച്ച ഒരേ ഒരു മരണവിധി എന്തായിരുന്നു? ക്രൂശിക്കപ്പെടുക എന്നത്. യേശുവിനെ ക്രൂശിച്ചാണ് മരിപ്പാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവമക്കളെ, മാനസാന്തരത്തിന്റെ അതിന്റെ ആഴമേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയാകത്തക്കവണ്ണം ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ് ക്രൂശീകരണം എന്നൊരനുഭവം യേശുവിന് അനുഭവിക്കാൻ ഇടയായത്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പിടിച്ചു കെട്ടിയതുപോലെ അടയ്ക്കപ്പെട്ട് അമർത്തപ്പെട്ട ഒരനുഭവത്തിൽ, ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരനുഭവത്തിൽ ക്രൂശീകരിക്കപ്പെട്ട് കിടക്കുന്ന ഒരനുഭവം സയൻസ് പുസ്തകത്തിൽ, ശാസ്ത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ആ ക്രൂശിക്കപ്പെടുന്ന വ്യക്തി ഏറ്റവും പ്രയാസപ്പെടുന്നത് ശ്വാസമെടുക്കുവാനായിരിക്കുമെന്നാണ്. കാരണം കൈകളിങ്ങനെ മുകളിലേക്ക് വെച്ച് തന്റെ ശരീരത്തിന്റെ മുഴു ഭാരവും മുൻപോട്ട് ആഞ്ഞിങ്ങനെ കൈകളിലും കാലുകളിലുമായി തൂങ്ങിക്കിടക്കുമ്പോൾ നെഞ്ചിന്റെ മാംസപേശികളൊക്കെ വലിഞ്ഞിട്ട് തന്റെ ശ്വാസകോശം ചുരുങ്ങിയിട്ട് ശ്വാസത്തിനായി താൻ പ്രയാസപ്പെടുമെന്നാണ്. മനുഷ്യ ജീവിതത്തിൽ സുഗമമായി ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഓട്ടോമാറ്റിക്കായി നമ്മൾ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ത്? ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. അതിനുപോലും അനുവാദമില്ലാതെ വണ്ണം, അതിനുപോലും സാധ്യമാകാതെ വണ്ണം ശരീരത്തെ മൊത്തമായി ആ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതാകുന്ന ഒരനുഭവം. ദൈവമക്കളെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ ഉണർത്തുന്ന ഒരനുഭവമാണ്. നാം പാപസംബന്ധമായി മരിച്ചവരാകുവാൻ തക്കവണ്ണം പാപത്തിന് ക്രൂശിക്കപ്പെട്ടവരായി തീരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകണമെങ്കിൽ ഒന്നാമത് നമ്മിൽ ഉണ്ടാകേണ്ട മരണം, പാപത്തിന് മരിച്ചവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. പാപത്തിന് മരിക്കണമെങ്കിൽ നാം ക്രൂശിക്കപ്പെട്ടേ മതിയാകുള്ളൂ. ക്രൂശിക്കപ്പെടുന്നില്ല എങ്കിൽ എന്റെ കൈകളെ ഞാൻ ക്രൂശിക്കുന്നു എന്ന്, എന്റെ കാലുകളെ ഞാൻ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ നാളും ക്രൂശിക്കപ്പെട്ടവരായി ജീവിച്ചെങ്കിലേ പാപത്തിന് മരിപ്പാൻ ഇടയാകത്തുള്ളൂ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം മരിച്ചവരായെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാകത്തുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ഈ പാപം ചെയ്ത് ജീവിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പാപപ്രവൃത്തികളെ നീ വെളിപ്പെടുത്തിക്കൊണ്ട് നീ യേശുവിനുള്ളവനാണെന്ന്, യേശുവിനുള്ളവളാണെന്ന് പറഞ്ഞാൽ ലോകം നിന്നെ പരിഹസിക്കും കേട്ടോ. ലോകം നിന്നെ നിന്ദിക്കുവാനിടയാകും. നീ പാപം കൂടാതെ ജീവിച്ചുകൊണ്ട് പാപമില്ലാത്ത യേശുവിനുള്ളവനായി, പാപമില്ലാത്ത യേശുവിനുള്ളവളായി ജീവിക്കാൻ ഉത്സാഹിക്കുമെങ്കിലാണ് നീ യേശുവിന് വേണ്ടി ജീവിക്കുന്നവനെന്ന്, യേശുവിന് വേണ്ടി ജീവിക്കുന്നവളെന്ന് പറയാൻ ഇടയാകുക. ആകയാൽ ദൈവമക്കളെ, നാം യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാകണമെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിന് മരിച്ചേ മതിയാകുള്ളൂ. പാപത്തിന് മരിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ ക്രൂശീകരണം എന്നൊരനുഭവത്തിലേക്ക് നാം വന്നേ മതിയാകുള്ളൂ. ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പറയുവാൻ, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കത്തക്കവണ്ണം ഞാൻ മരിച്ചു എന്ന് പറയുവാൻ നമുക്കിടയാകണമെങ്കിൽ ദൈവമക്കളെ നാം ക്രൂശിക്കപ്പെടുവാൻ ഇടയാകണം. ഗലാത്യലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം ക്രൂശിക്കപ്പെട്ട് മരിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയണമെങ്കിൽ എന്തു വേണം? ക്രൂശിക്കപ്പെടുവാനിടയാകണം. ഒന്നാമത്തെ ക്രൂശീകരണം മാനസാന്തരത്തിൽ നമുക്കുണ്ടാകുന്നു. ആ മാനസാന്തരത്തിൽ ഉണ്ടായ ക്രൂശീകരണത്തെ നാം എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുവാനിടയാകണം. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോഴാണ് താൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മാനസാന്തരപ്പെട്ടപ്പോഴാണോ? മാനസാന്തരപ്പെടുമ്പോൾ പറയുന്ന വാക്കാണോ ഇത്? അല്ല. താൻ മാനസാന്തരവും കഴിഞ്ഞ് സ്നാനവും കഴിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലമാണ്. തനിക്കായിട്ടല്ല, താൻ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു വിളക്കായി ശോഭിക്കുന്ന കാലത്താണ് താൻ പറയുന്നത് എന്ത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേർ അത് പറയും? ഇന്ന് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറവാനിടയാകുമോ? നാം മരിക്കണമെങ്കിൽ, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ക്രൂശിക്കപ്പെട്ടേ മതിയാകൂ. ക്രൂശിക്കപ്പെട്ട് മരിച്ചെങ്കിലേ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാകത്തുള്ളൂ. മരിക്കണമെങ്കിൽ ക്രൂശീകരണം നടന്നെങ്കിലേ സാധ്യമാകത്തുള്ളൂ. ആകയാൽ ദൈവമക്കളെ, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകേണ്ടതിന്, നമ്മിൽ ഒരു മരണം ഉണ്ടാകേണ്ടതിന്, നാം പാപത്തിന് ക്രൂശിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. നമ്മെ ക്രിസ്തുവിനില്ല അല്ലാത്തവരായി, ക്രിസ്തുവിനുള്ളവരല്ല എന്ന് ലോകം പറയത്തക്കവണ്ണം വ്യക്തതയോടെ നമ്മിൽ വെളിപ്പെടുന്ന ഒരു പാപപ്രവൃത്തിയാണ് പാപം എന്ന് പറയുന്നത്. ആകയാൽ നാം പാപത്തിന് മരിക്കേണ്ടതിന്, ക്രിസ്തുവിൽ ജീവിപ്പാൻ നമുക്കിടയാകേണ്ടതിന്, പാപത്തിന് ക്രൂശിക്കപ്പെട്ടവരായി തീരുവാനിടയാകട്ടെ. സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മെ പാപത്തിനായി ബന്ധപ്പെടുത്തുമ്പോൾ, പാപപ്രവൃത്തികൾ ചെയ്യുവാൻ പിശാച് നമ്മെ നിർബന്ധിച്ച് ഉത്സാഹിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ നാം ഉണരുവാനിടയാകണം. ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവനാണ്. ഞാൻ പാപസംബന്ധമായി മരിക്കേണ്ടതിന് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവനാണ്. എനിക്ക് ഈ പാപപ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവമക്കളെ നമുക്കിടയാകട്ടെ. എങ്കിൽ മാത്രമേ നാം പാപത്തിന് മരിച്ചവരായി തീർന്നു എന്ന് പറവാൻ നമുക്കിടയാകുകയുള്ളൂ. ലേഖനം നാം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അതേ അധ്യായത്തിൽ, അതേ പുസ്തകത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു ക്രൂശീകരണം എന്താണ്? ലോകം എനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മെ കർത്താവ് ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണോ 15-ലാണോ നാം വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ലോകക്കാരല്ലായകയാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം തനിക്കുള്ളവരെ സ്നേഹിക്കുമായിരുന്നു, എന്നാൽ നിങ്ങൾ ലോകത്തിൽ ഉള്ളവരല്ലായകയാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്നാണ് ഇവിടെ കർത്താവ് വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നാണെങ്കിൽ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, നാം ലോകക്കാരായിരിക്കാതെ വണ്ണം നമ്മെ കർത്താവ് ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തതാണ്. വീണ്ടും യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പിതാവിനോട് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും
ലൗകികന്മാരല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു. നീ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് നമ്മെ സൂക്ഷിക്കേണ്ടതിനായി നാം യേശു ലൗകികനല്ലാത്തതുപോലെ നാമും ലൗകികനല്ലാതെ ജീവിക്കേണ്ടതിനായി നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെയും യേശു നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? നാം ലൗകികർ അല്ല എന്നാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളിൽ എത്ര പേർ തങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ ലൗകികനല്ല എന്ന്? അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട് എന്താണ്? ഈ ലോകത്തോട് അനുരൂപരായി തീരരുത് എന്ന് പറയും. ഈ ലോകത്തോട് അനുരൂപരായി തീരരുത്. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത് എന്താണ്? ഈ ലോകത്തോട് അനുരൂപരായി തീരരുത്. ഇന്ന് എത്ര പേർ ഈ ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കുന്നുണ്ട്? പെന്തിക്കോസ്തിന്റെ ആരംഭത്തിൽ നാമും ലോകക്കാരും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാകുവാൻ വേണ്ടി കൂടെയാണ് സഹോദരിമാർ ആഭരണം വർദ്ധിക്കുവാനിടയായത്. കളർ വസ്ത്രങ്ങൾ, മോടിയായുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് ലളിത വസ്ത്രം ധരിച്ചുകൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ആഭരണങ്ങളൊന്നും ധരിക്കാത്തവരായി തങ്ങൾക്കും ലോകത്തിനും തമ്മിലൊരു വ്യത്യാസം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് ആ വ്യത്യാസത്തോടെ ജീവിക്കാൻ ഇടയായത്. സഹോദരന്മാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് അന്ന് കാണുവാൻ കഴിയുമായിരുന്നു. മീശയും താടിയും ഒന്നും ആർക്കുമില്ല, എല്ലാം ക്ലീൻ ഷേവായി, കണ്ടാലേ അറിയാം മുഖത്തൊരു പ്രകാശമുണ്ട്, പരിശുദ്ധമായ ഒരു ജീവിതം ചെയ്യുന്ന ദൈവവൈദ്യനാണെന്ന് കണ്ടാലേ അറിയത്തക്കവണ്ണമുള്ള ഒരു അനുഭവത്തിലാണ് പെന്തിക്കോസ്ത് അനുഭവം ആരംഭത്തിൽ ദൈവമക്കളായ സഹോദരന്മാർ ജീവിച്ചത്. ലോകത്തിന്റെ താടി ഓടിയുടെ പിന്നാലെ പോകാതെ ലളിത വസ്ത്രം ധരിച്ച് മനോഹരമായി അഴകായി ദൈവസന്നിധി ദൈവീക അനുഭവങ്ങളെ പ്രാപിച്ച് ശ്രേഷ്ഠതയോടെ ജീവിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മധ്യേ ആഭരണവച്ചൻ വ്യർത്ഥമാണെന്ന് പറഞ്ഞ്, ആഭരണം ധരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, ഈ ലോകത്തോട് അനുരൂപരായി തീരത്തക്കവണ്ണം ലോക മനുഷ്യരെ പോലെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ നിലയിലേക്ക് നാം നടത്തപ്പെടുവാനിടയാകുന്ന ഒരനുഭവം. ഇന്ന് നമ്മെ കണ്ടാൽ പെന്തിക്കോസ്തുകാരനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം, നീ പെന്തിക്കോസ്തുകാരനാണോ എന്ന്. പണ്ട് അങ്ങനെ എന്തായിരുന്നു? ഒരു പാസ്റ്ററെ കണ്ടാല്, ഒരു വിശ്വാസിയെ കണ്ടാല് വ്യക്തമായി മനസ്സിലാകും അത് ദൈവവൈദ്യനാണ്. ഈ ലോകത്തോട് അനുരൂപമാകാതെ ലോകത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്തതയോടെ കണ്ടാലേ മനസ്സിലാകുമായിരുന്നു. ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ലോകം പ്രവേശിച്ചിട്ട് മറ്റുള്ളവർ താടിമോടിയോട് ശ്രേഷ്ഠതയോട് വിശേഷപ്പെട്ടവരായി അലങ്കരിതരായി ആഭരണങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികളോട് ശ്രേഷ്ഠതയോട് ജീവിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വരും? ഈ ലോകത്തിനോടുള്ള സ്നേഹം കടന്നു വരുവാനിടയാകും. അങ്ങനെ ലോകസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നാം പയ്യെ ഈ ലോകത്തോട് അനുരൂപരാകത്തക്കവണ്ണം എങ്ങനെയെല്ലാം ലോകക്കാരെ പോലെ ജീവിക്കാമോ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരായി മാറുവാനിടയാകും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ഉണരുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. യാക്കോബിന്റെ ലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? ലോകസ്നേഹം ദൈവത്തോട് തൃപ്തമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും ദൈവത്തിന് ശത്രുവാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീരുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ ലോകത്തിന്റെ സ്നേഹിതരായി തീർന്നിട്ട് ദൈവത്തിന് ശത്രുവായി തീർന്ന എത്ര പേരുണ്ട്? അതോ ലോകത്തിന് ശത്രുവായി തീർന്നിട്ട് ദൈവത്തിന്റെ സ്നേഹിതരായി ജീവിക്കുന്നവരാണോ? ഒന്നാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ ലോകത്തോട് അനുരൂപരായി തീർന്ന് ലോക മനുഷ്യനെ പോലെ ലൗകികതയിൽ ജഡീകതയിൽ ജീവിക്കുന്നവരാണോ? ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് ഏറ്റവണ്ണം ലോകക്കാരെ പോലെ തന്നെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകുന്ന ഒരു അനുഭവം. നാം ലോകത്തിൽ നിന്ന് ലോകക്കാരിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് വെളിപ്പെടുത്തുവാൻ കഴിയാത്തവരായി നാം മാറുന്ന ഒരു അനുഭവം. ഈ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏതവസ്ഥയിലായിരിക്കുന്നു, ഏതനുഭവത്തിലായിരിക്കുന്നു? ഈ നാൾക്കളിൽ
നാം ലോകത്തിന്റെ സ്നേഹിതരായി ദൈവത്തിന് ശത്രുവാകാതെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി കർത്താവിനുള്ളവരായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിന് നാം ക്രൂശിക്കപ്പെട്ടവരായി തീരണം. ശ്രദ്ധിക്കണേ, നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടാൽ മാത്രം പോരാ, ലോകം നമുക്കും ക്രൂശിക്കപ്പെടണം. അതെന്താ കാര്യം? പാപം നമ്മിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് പാപത്തെ നമ്മെ കുറിച്ച പാപം ക്രൂശിക്കപ്പെടും. പക്ഷെ ലോകം അങ്ങനെയല്ല. ലോകം നമുക്ക് പുറത്താണ്. നാം അങ്ങോട്ട് അടുക്കാൻ ചെന്നില്ല എങ്കിലും ലോകം ഇങ്ങോട്ട് വരുവാനിടയാകത്തില്ലേ? ലോകത്തിൽ മോഹം ഉണ്ടാക്കിക്കൊണ്ട് പിശാച്, ലോകത്തിന്റെ അധിപതി, നമ്മെ മോഹിപ്പിച്ചുകൊണ്ട് നമ്മെ നശിപ്പിക്കാൻ ഇടയാകുന്നവരൻപോ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം മുതലായതൊക്കെയും ഉയരത്തിൽ നിന്ന് മെച്ചപ്പെട്ട പിതാവിൽ നിന്നല്ല, പിന്നെയോ ലോകത്തിൽ നിന്നത്രേ എന്ന് പറയുമ്പോൾ ലോകം നമ്മെ മോഹിപ്പിച്ചിട്ട് ലോകത്തിൽ മോഹത്താൽ നാം നശിച്ചു പോകുവാൻ ഇടയാകുന്നതുകൊണ്ട് നാം നമ്മെ തന്നെ ക്രൂശിച്ചാൽ മാത്രം പോരാ. എന്ത് വേണം? ലോകം നമുക്ക് ക്രൂശിക്കപ്പെട്ടതായിരിക്കാനിടയാകണം. ലോകം നമ്മുടെ അടുക്കലേക്ക് വരാത്ത വണ്ണം നാം ലോകത്തെ ക്രൂശിക്കുവാൻ തക്കവണ്ണം, അഥവാ ലോകത്തെ വെറുത്തുകൊണ്ട്, ലോകത്തിന് അതിരിട്ടുകൊണ്ട്, ലോകം നമ്മിലേക്ക് അടുത്തു വരാതെ വണ്ണം നാം ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. മറ്റൊരു നിലയിൽ നാം ഉണരുവാൻ നമുക്കിടയാകുന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ടെന്താണ്? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. നാം തനിച്ചു പാർക്കുന്നവരായി ലോകത്തെ അകറ്റി നിർത്തുവാൻ നമുക്കിടയായി ലോകത്തിന്റെ പിന്നാലെ ലോകത്തെ നാം ക്രൂശിച്ചുകൊണ്ട് നാമും ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരായി തനിച്ചു പാർക്കുന്നവരായി തീർന്നെങ്കിലേ ദൈവത്തിനുള്ളവരായി ജീവിപ്പാൻ നമുക്കിടയാകത്തുള്ളൂ. അഥവാ നാം മരിച്ചവരെന്ന് പറയുവാൻ, ലോകത്തിന് മരിച്ചവരെന്ന് പറയുവാൻ എന്ത് വേണം? ക്രൂശിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയാകണം. ഇന്ന് നാം ലോകത്തിന്റെ സ്നേഹിതനായി ജീവിച്ചുകൊണ്ട് ഞാൻ എന്റെ യേശുവിനുള്ളവനാണ്, എന്റെ യേശുവിനുള്ളവളാണെന്ന് പറഞ്ഞാൽ സ്വർഗം നമ്മെ നോക്കി ചിരിക്കും. ദൈവമക്കളെ, നമ്മെ പുച്ഛിച്ചായിരിക്കും ചിരിക്കുക. കാരണം നീ ലോകത്തിന്റെ പിന്നാലെ പോയി ലോകത്തിനുള്ളവനായി ലോകത്തിനുള്ളവളായി ജീവിച്ചിട്ട് നീ എനിക്കുള്ളവളെന്ന് പറയുന്നുവോ, ഞാൻ നിനക്ക് ശത്രുവാണ് എന്ന് ദൈവവചനം പറയുവാനിടയാകും. ദൈവമക്കളെ, ദൈവത്തെ വിട്ട് ലോകത്തിന്റെ പിന്നാലെ പോയാൽ നാം വ്യഭിചാരികളാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് മാറി ജാതികളോട് ഇടകലർന്ന് ജീവിച്ചപ്പോൾ അവരെയും പരസംഗക്കാരെന്നും വ്യഭിചാരികളൊക്കെയുമാണ് ദൈവവചനം വെളിപ്പാനിടയാകുന്നത്. ആകയാൽ ഈ ലോകത്തോട് അനുകൂലാകാതെ, ലോകമനുഷ്യരെ പോലെ ജീവിക്കാതെ, ജാതികളിൽ നിന്ന് ലോകത്തിൽ നിന്നൊക്കെ വേർപെട്ട ഒരു ജീവിതം പാലിച്ചുകൊണ്ട് തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പറയത്തക്കവണ്ണം നാം ലോകത്തിനും ലോകം നമുക്കും ക്രൂശിക്കപ്പെടുവാനിടയാകുന്നു. ഇനിയും നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമ്മിൽ ഉണ്ടാകേണ്ട മറ്റൊരു മരണം, അഥവാ ക്രൂശിക്കപ്പെട്ട് മരിക്കേണ്ട ഒരു അനുഭവം ഗലാത്യലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവേശുവിനുള്ളവർ, ശ്രദ്ധിക്കണം കേട്ടോ വാക്ക്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ മോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യലേഖനം 5:24. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനുള്ളവരാണോ? നാം മരിച്ചു, നാം ക്രിസ്തുവിനായി ജീവിക്കുന്നവർ, ക്രിസ്തുവിനുള്ളവർ എന്ന് പറയാൻ നമുക്ക് ഇടയാകണമെങ്കിൽ എന്തു വേണം? നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന പാപ സ്വഭാവങ്ങൾ, അഥവാ ജഡീകരാക്കി നമ്മെ തീർക്കുന്ന ആ ജഡത്തിന്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്തുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. നാം ജഡീകരായി ജീവിച്ചാൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകത്തില്ല. നമ്മെ ജഡീകരായി കാണുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പിന്നെയോ ആത്മീകരായി കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. ഗുരുതർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കിവിടെ വായിപ്പാൻ കഴിയും, എനിക്ക് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെയല്ല ജഡീകരോട് എന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന്. ദൈവമക്കളെ, ദൈവസഭ ആത്മീകരായി കാണപ്പെടേണ്ട ഇടത്ത് ദൈവസഭയോട് സംസാരിക്കാൻ അപ്പോസ്തലൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വെളിപ്പെടുത്തുന്നത് അവർ ജഡീകരാണെന്നാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ജഡത്തിന്റെ മോഹങ്ങൾക്ക് ഏറ്റവണ്ണം, മനോവിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഏറ്റവണ്ണം ജീവിക്കുന്നവരായവർ
മാറുവാനിടയാകുകയാണ്. സ്വന്തം മോഹങ്ങൾ അഥവാ ജഡീക മോഹങ്ങൾ ഏറ്റവണ്ണം ജീവിക്കുന്നവരായി അവർ മാറുവാനിടയാകുന്നു. അപ്പോസ്തലനായ പത്രോസ് ലേഖനത്തിൽ നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിനെ പരിഹസിക്കുന്ന പരിഹാസികൾ എഴുന്നേൽക്കുമെന്നാണ്. എന്തിനാണ് അവർ കർത്താവിന്റെ വരവിനെ പരിഹസിക്കുന്ന ചോദിച്ചാൽ, സ്വന്തം മോഹങ്ങൾ ഏറ്റവണ്ണം ജീവിക്കുന്ന പരിഹാസികൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. ശ്രദ്ധിക്കണം കേട്ടോ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന പരിഹാസികൾ. അവരെന്താ പറയുന്നത്? അതിന്റെ മുകളിലത്തെ വാക്യം നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. എന്താണ്? ലോകാരംഭം മുതൽ ലോകം അതുപോലെ തന്നെ കാണപ്പെടുന്നു. പിന്നെ കർത്താവിന്റെ പ്രത്യക്ഷത എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷതയെ പരിഹസിക്കുന്നവരാണ് ഈ ജഡീകരായ സ്വന്തം മോഹങ്ങൾ ഏറ്റവണ്ണം ജീവിക്കുന്നവർ. ഇന്ന് നമ്മുടെ മധ്യേ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയുണ്ട്? കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരായി കർത്താവിന്റെ ഹിതപ്രകാരം സ്വന്തം മോഹങ്ങൾ ഏറ്റവണ്ണമല്ല, സ്വന്തം ആഗ്രഹപ്രകാരമല്ല, ദൈവവചന പ്രകാരം ദൈവേഷ്ടപ്രകാരം ജീവിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പലരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ വരവ് എന്നൊക്കെ പറയുന്നത് ഉപദേശിമാര് പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. അതിലൊന്നും കഥയില്ല. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നു. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ ഇന്നുവരെയും ഞങ്ങൾ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു എന്ന് എത്രയോ പാസ്റ്റർമാര് പ്രസംഗിച്ചതാ. എവിടാ? ഇതുവരെ വന്നില്ല. ഭക്തരായി ജീവിച്ച പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിന്റെ വരവിനൊരുങ്ങി ലോകം വിട്ട് കടന്നുപോയി കേട്ടോ. അവരുടെ മരണ ദിവസമായിരുന്നു അവരുടെ കർത്താവിന്റെ വരവിന്റെ ദിവസം. അവർ മരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവിനൊരുങ്ങിയാണ് അവർ മരിച്ചതെങ്കിൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് കർത്താവ് വരുന്നതെങ്കിലും തീർച്ചയായും അവർക്കൊരു ധൈര്യമുണ്ട്, നമുക്കും ഒരു ധൈര്യമുണ്ട്. അവർ മരിച്ചത് കർത്താവിന്റെ വരവിന് യോഗ്യരായി ഒരുക്കപ്പെട്ടതുകൊണ്ടാകിയാൽ അവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയാണ്. സഹോദര, നീ മരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ കർത്താവ് വന്നാലും നീ ഉയർത്തത്തില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ദൈവമക്കളെ. കർത്താവിന്റെ വരവിന് ഒരുങ്ങുവാനും സാധിച്ചുകൊണ്ട് ആത്മീകരായി ജീവിക്കുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആത്മീക ജീവിതത്തിന്റെ ദൃഢത പ്രാപിച്ച് കർത്താവിന്റെ വരവിൽ ഒരുങ്ങുവാനും സാധിച്ചുകൊണ്ട് ജീവിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ സ്വന്തം മോഹങ്ങൾക്ക് ഏറ്റവണ്ണം തങ്ങൾക്ക് തോന്നിയതുപോലെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ, തങ്ങളുടെ താല്പര്യങ്ങൾക്കും ചിന്തകൾക്കും ഏറ്റവണ്ണം ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാതെ, ദൈവേഷ്ടത്തിന് യാതൊരു വിശേഷതയും കൊടുക്കാതെ, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, ദൈവവചനത്തെ മനസ്സോടെ കേട്ട് അനുസരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം അഥവാ തങ്ങൾക്ക് ചൊവ്വായി തോന്നുന്ന വഴിയിലൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ദൈവരാജ്യത്തിൽ പോയി ചേരത്തില്ല, കർത്താവിന്റെ വരവിൽ ചെന്ന് ചേരത്തില്ല. സ്വന്തം മോഹങ്ങൾക്ക് ഏറ്റവും ജീവിക്കുന്നവർ പരിഹാസികളാണെന്ന് ആ വാക്യത്തിൽ നാം വായിക്കുന്നു. സദൃശവാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഒരുവന് ഒരു വഴി ചൊവ്വായി തോന്നും, അതിന്റെ അവസാനം എന്തായിരിക്കും? മരണ വഴികളെന്നാണ്. ആകയാൽ ദൈവമക്കളെ, നമുക്ക് ബോധിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മോഹങ്ങൾ ഏറ്റവണ്ണം ജീവിക്കേണ്ടവരല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിന്നെയോ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ആത്മീയനായി ജീവിക്കാൻ ആഗ്രഹിച്ച് ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് സ്വന്തം മോഹങ്ങളെ ക്രൂശിക്കുന്നവനായി തീർന്നെങ്കിലേ ഉള്ളവരായി ജീവിച്ച് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനിടയാകുന്നു. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ക്രിസ്തുയേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ രാഗ മോഹങ്ങളോട് കൂടെ ക്രൂശിക്കണമെന്നാണ്. നാം റോമലേഖനം വായിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് പറയുവാനിടയാകുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ മാനുഷിക ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഏറ്റവണ്ണം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാകരുത്. പിന്നെ എന്തു വേണം? ജഡത്തെ അതിന്റെ രാഗ മോഹങ്ങളോട് കൂടെ
ക്രൂശിപ്പാനിടയാകണം. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ, താല്പര്യങ്ങൾ തോന്നുമ്പോൾ, ഒരു വഴി നമുക്ക് ചൊവ്വായി തോന്നുമ്പോൾ ദൈവത്തോടൊന്ന് ചോദിക്കണം, ദൈവമക്കളെ ഇത് വഴി തന്നെയാണോ? ദൈവത്തിന്റെ വഴി തന്നെയാണോ? ഇത് ദൈവഹിതമായതാണോ? ഞാൻ പോകേണ്ട പാതയാണോ? ഞാൻ ചെയ്യേണ്ട കാര്യമാണോ? ദൈവമേ, എന്റെ മോഹമൊന്നും വെളിപ്പെടരുതേ, എന്റെ ഇഷ്ടമൊന്നും വെളിപ്പെടരുതേ, സ്വന്തം മോഹങ്ങൾ ഏറ്റവണ്ണം ജീവിക്കുന്ന പരിഹാസിയായി ഞാൻ മാറരുത്, ദൈവഹിത പ്രകാരം ജീവിപ്പാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് പറഞ്ഞ് ജഡത്തിന് ക്രൂശിക്കപ്പെട്ടവർ, ജഡത്തെ അതിന്റെ രാഗ മോഹങ്ങളോടും കൂടെ ക്രൂശിക്കപ്പെട്ടവർ, അങ്ങനെ ക്രൂശിക്കപ്പെട്ട് മരിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനുള്ളവരായി തീരുവാനിടയാക്കുന്നത്. ഈ നാളുകളിൽ ദൈവമക്കളെ, നമ്മെ ദൈവസ്നേഹം നിർബന്ധിക്കുന്നുണ്ട്. എന്തിനാണ്? നാം മരിച്ചു എന്നും ഇനി ജീവിക്കുന്നത് നമുക്കായിട്ടല്ല, കർത്താവിനായി ജീവിക്കേണ്ടതിനായിട്ടും. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെ ചേർക്കുവാനാണ്, കർത്താവിനുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വേഗം വരുവാൻ പോകുന്നത്. ഉത്തമഗീതത്തിൽ നമുക്കറിയാം, 60 രാജ്ഞിമാരുണ്ട്, 80 വെപ്പാട്ടികളുണ്ട്, അസംഖ്യം കന്യകമാരുണ്ട്. പക്ഷെ റാവും നിഷ്കളങ്കയുമായവൾ, അവിടെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്, എന്റെ പ്രാവും നിഷ്കളങ്കയുമായവൾ ഒരുത്തി മാത്രമെന്ന്. ആ അനുഭവത്തിലേക്ക് ദൈവമക്കളെ നാം വരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ ദൈവം കൃപ തരട്ടെ. നാം ഇനി നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകാതിരിക്കേണ്ടതിന് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി തീരുവാൻ, ജഡത്തെ മോഹോടെ ക്രൂശിച്ചുകൊണ്ട് ലോകവും നമുക്ക് ക്രൂശിക്കപ്പെട്ടവരായി, പാപത്തിന് ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിൽ നാം ജീവിക്കത്തക്കവണ്ണം, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്ന് പറയത്തക്കവണ്ണം ക്രൂശിക്കപ്പെട്ട് മരിച്ചവരായി ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. അങ്ങനെ നാം മരിച്ചവരായി തീർന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ക്രിസ്തുവിനുള്ളവരായി ക്രിസ്തു നമ്മെ ജീവിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് ഇടയാകത്തുള്ളൂ. അങ്ങനെയുള്ള നിലയ്ക്കുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വേഗം വരുന്നത്. നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. തലകളെ വണങ്ങി കണ്ണിനെ അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. എന്റെ ജീവിതത്തിൽ കർത്താവേ, ഞാൻ മരിച്ചു എന്ന് പറയത്തക്കവണ്ണം, ഞാനല്ല ക്രിസ്തുവത്ര എന്നെ ജീവിക്കുന്നെന്ന് പറയത്തക്കവണ്ണം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുവാൻ ഇടയാകത്തക്കവണ്ണം ഞാൻ മരിക്കട്ടെ കർത്താവേ, ഞാൻ മരിക്കട്ടെ, ഞാൻ പാപത്തിന് മരിക്കട്ടെ, ഞാൻ ലോകത്തിന് മരിക്കട്ടെ, ഞാൻ ജഡത്തിന് മരിക്കട്ടെ. ക്രൂശിക്കപ്പെട്ട് മരിപ്പാൻ എന്നെ സഹായിക്കണം കർത്താവേ. അവിടുന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ചതുപോലെ ഞാൻ ക്രൂശിക്കപ്പെട്ട് മരിപ്പാ. ഇന്ന് ഞാൻ ക്രൂശിക്കപ്പെട്ടവരെന്ന് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജീവിതത്തിൽ ഓരോ നാളും പറയുവാൻ കർത്താവേ അവിടെ തന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുപ്പാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമ്മെ കർത്താവ് സഹായിച്ചിട്ട് നാം നമ്മുടെ കർത്താവിന് വേണ്ടി മരിച്ചുയർക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നാം മരിച്ചവരായി ജീവിക്കുമെങ്കിൽ കാരണം ധരിക്കുമ്പോൾ മരിച്ചവരക്ഷരായി ഉയർത്തുന്ന നാളില് ആത്മീയ ജീവിതത്തിന്റെ ശ്രദ്ധതയും നാം ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്കിടയാകും. കർത്താവിനോട് കൂടെ തേജസ്സിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകും. ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തുവാൻ ഇടയാകുന്നത്. നല്ലൊരു ഉയർപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ വേദ്യം കൈക്കൊള്ളാതെ മരണമേൽക്കുക, സന്തോഷത്തോട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിൽ മരിച്ചവരെന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. മരിച്ചവരായി തന്നെ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചവരായി ജീവിച്ച് നമ്മുടെ ജീവൻ കർത്താവിനോടുകൂടെ മറഞ്ഞിരുന്നിട്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം നമ്മുടെ കർത്താവിനോട് വെളിപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് ഈ നാളുകളിൽ ദൈവം നമ്മെ എല്ലാവരെയും കൊണ്ടുവരട്ടെ.